പാമ്പിനെ കണ്ട് പേടിച്ച് മരത്തിൽ കയറിയതാണല്ലേ? പേടിക്കാതെ പിന്നെ. ആ പാമ്പ് കഴിഞ്ഞ ആഴ്ച സിംഹത്തെ കടിച്ചു, മിനിയാ നമ്മുടെ കടുവ മുത്തച്ഛനെ കടിച്ചു, ഇന്നലെ മോയിലമ്മാവനെയും കടിച്ചു, ഇന്നിപ്പോ എന്നെ കടിക്കാൻ വേണ്ടി വന്നതാ. അതാ ഞാനും ജീവനും കൊണ്ട് പാഞ്ഞത്. ശരിയാ, ഒരു കടി കിട്ടിയാൽ തീർന്നു. ഈ പാമ്പ് എന്തൊരു ദുഷ്ടനാ. ഓടണ്ട കൂട്ടരെ, ഞാനൊരു വയസ്സം പാമ്പാണ്. ഞാൻ നിങ്ങളെ തിന്നത്തൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ ആഹാരം കഴിക്കൂ. 2 ദിവസം മുമ്പ് കഴിച്ചു. ഇനി 4-5 ദിവസം കഴിഞ്ഞിട്ട് മതി ആഹാരം. അതെന്താ നിങ്ങൾ അങ്ങനെ? വേറെ പ്രശ്നമൊന്നുമില്ല. ആ കാലത്ത് ആഹാരം കഴിച്ച് കഴിച്ച് ദഹനേന്ദ്രിയമൊക്കെ തകർന്നു. ഇപ്പോൾ ദഹിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച പിടിക്കും. ഞാൻ ചെല്ലട്ടെ, എനിക്ക് ഉറങ്ങാൻ സമയമായി. ഇതാ നമ്മുടെ അവസ്ഥ. പാമ്പിനെ പേടിക്കണം, സിംഹത്തെ പേടിക്കണം, കടുവയെ പേടിക്കണം. ശരിയാ, ഇവരൊക്കെ എന്തിനാ നമ്മളെട്ടിങ്ങനെ പേടിപ്പിക്കുന്നത്? അറിയില്ല. ഈ കാട് ഞാൻ മടുത്തു. കഷ്ടപ്പാടി തന്നെ. വന്ന് സമയത്തിന് ആഹാരം പോലും കിട്ടുന്നില്ല. അതേ കുരങ്ങച്ചോ, നമുക്ക് നാട്ടിലേക്ക് പോയാലോ? നാട്ടിലേക്കോ? എന്തിന്? അവിടെ ആകുമ്പോ നമുക്ക് പാമ്പിനെയും സിംഹത്തെയും ഒന്നും പേടിക്കണ്ടല്ലോ. മനുഷ്യരെ പേടിക്കണമല്ലോ. ആര് പറഞ്ഞു? അവർക്ക് നമ്മളെയാണ് പേടി. എന്നാലും അത് ശരിയാകുമോ? ശരിയാകും. പക്ഷേ എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. വഴിയൊക്കെ എനിക്കറിയാം. ഞാനൊരു തവണ പോയിട്ടുള്ളതാ. പിന്നെന്തിനാ നീ തിരിച്ചു വന്നത്? മഴയും വെയിലും കൂടി ഒന്നിച്ചു വന്നു. ഞാൻ കരുതി എൻ്റെ കല്യാണം നടക്കുമെന്ന്. പക്ഷേ തിരിച്ച് കാട്ടിലെത്തിയപ്പോൾ പെരുമഴയായി. പിന്നെ നാട്ടിലേക്ക് പോയതേയില്ല. അത് പണ്ടാരോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാ. വെയിലും മഴയും വന്നാൽ കുറുക്കൻ്റെ കല്യാണം നടക്കുമെന്ന്. ഈ പുഴ നീന്തിക്കടന്നാൽ അക്കരെ നാട്ടിലെത്താം. നമുക്ക് കുറച്ചു ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാം. ശരി. ആരോ ഇവിടേക്ക് വരുന്നു. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. ആരാണെന്ന് നോക്കാം. നമുക്ക് പുഴക്കരയിൽ നിന്ന് കുളിച്ചിട്ട് പോകാം. എന്നാൽ ശരി. എന്നിട്ട് നേരെ ചെമ്പരത്തി കുന്നിലേക്ക് പോകാം. ജോബിയും ജോളിയും അവിടെ ഉണ്ടാകും. നമുക്ക് ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയാലോ? ശരി. അയ്യോ, നമ്മുടെ വസ്ത്രങ്ങൾ എവിടെ? ഇതാരെടുത്തോണ്ട് പോയി? അതിനിവിടെ ആരും വന്നില്ലല്ലോ. ശേ, ആരാ കൊണ്ടുപോയത്? ആരാ? ചിലപ്പോൾ ആ പക്രു ആയിരിക്കും. അതിനവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടില്ലല്ലോ. പക്രു, പക്രു, കൊണ്ടുവാ, ഞങ്ങൾക്ക് പോകാനുള്ളതാ. അവനെ നമുക്ക് പിന്നെ കാണാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് ഡ്രസ് മാറ്റി വരാം. നിനക്ക് ഈ വസ്ത്രം നന്നായി ചേരുന്നു. അപ്പൊ നിനക്കോ? നിനക്ക് നന്നായി ചേരുന്നു. അപ്പോ നമുക്ക് ഇനിയുള്ള കാലം ഇവിടെ കഴിയാമല്ലോ. അത് നല്ലതാ. പക്ഷെ വെയിലും മഴയും ഒന്നിച്ചു വന്നാൽ അന്ന് എൻ്റെ കല്യാണം നടക്കും. ആ ദിവസം ഞാൻ കാട്ടിലേക്ക് തിരികെ പോകും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? എടാ, അതാരോ ഉണ്ടാക്കിയ കള്ളക്കഥയാ. കള്ളക്കഥയൊന്നുമല്ല. മഴയും വെയിലും ഒന്നിച്ചു വന്നപ്പോഴാണ് എൻ്റെ മുത്തച്ഛൻ്റെ കല്യാണം നടന്നത്. അതുകൊണ്ടാ
അത് കള്ളക്കഥയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ആ ശരി ശരി. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നതുപോലുള്ള ചോദ്യങ്ങളായിരിക്കുമോ വാർഷിക പരീക്ഷയ്ക്കും വരിക? അങ്ങനെ ആയിരിക്കുമെന്നല്ലേ ടീച്ചർ പറഞ്ഞത്? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു പഠിക്കണം, അല്ലെങ്കിൽ മാർക്ക് കുറയും. അതെ അതെ. കൂട്ടുകാരെ, ദിവസവും പഠിക്കുന്ന സമയം അല്പം ഒന്ന് കൂട്ടിയാൽ മതി. അതോടെ എല്ലാം ശരിയാകും. ആ സമയം കൊണ്ട് കൂടുതൽ പാഠങ്ങൾ വായിച്ചു നോക്കാനും മനപ്പാഠമാക്കാനും കൂട്ടുകാർക്ക് കഴിയും. എന്തായാലും നാളെ മുതൽ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം. വാർഷിക പരീക്ഷ കഴിയുന്നതുവരെ അവധി ദിവസങ്ങളിൽ മാത്രം നമ്മൾ മൈതാനത്തിൽ പോയാൽ മതിയെന്നാ അമ്മ പറഞ്ഞത്. നമ്മൾ നന്നായി പഠിക്കാനല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത്? പരീക്ഷ കഴിഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ. അയ്യോ, ഓടി വരണേ! എന്താ മമ്മ, എന്തു പറ്റി? നമ്മുടെ പൂവൻ കോഴിയെ ഷർട്ടും പാൻസും ഇട്ട ഏതോ ഒരു ജീവി പിടിച്ചുകൊണ്ടുപോയി. ഷർട്ടും പാൻസും ഇട്ട ജീവിയോ? മമ്മ എന്താണ് പറയുന്നത്? അതേ മോളെ, ഷർട്ടും പാൻസും ഇട്ട ജീവി ഞാൻ കണ്ടതാ. കുറുക്കന്റെ മുഖം പോലെയുണ്ട്. മമ്മയ്ക്ക് ചിലപ്പോൾ തോന്നിയതാകും. അല്ല, ആറ്റുനോറ്റ് വളർത്തിയ നമ്മുടെ പൂവൻ കോഴി പോയല്ലോ. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? അമ്മ കരയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നാളെ രാവിലെ ആകട്ടെ. എന്തായാലും ഇന്നലത്തെ ഭക്ഷണം കുശാലായി. അതെ അതെ അതെ. നീ കോഴിയെ പിടിക്കാൻ കയറിയ വീട്ടിൽ ഇന്ന് ഞാൻ പോവാം. അവിടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും. ശരി. ഞാൻ ഇന്നലെ പോയ വീട്ടിൽ നീ ചെല്ല്. അവിടെയാണെങ്കിൽ 2 കോഴികളുണ്ട്. പിന്നെ കോഴിക്കൂടിനടുത്ത് ഒരാടിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം പോകാൻ. അല്ലെങ്കിൽ ആട് ശബ്ദം ഉണ്ടാക്കി വീട്ടുകാരെ വിളിച്ചുണർത്തും. അടുക്കളയിൽ കയറിയപ്പോൾ ആട് കരഞ്ഞു. അപ്പോൾ വീട്ടുകാരുണർന്നു. വളരെ പണിപ്പെട്ടാ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ദേ, ആരോ വരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഷോ, മമ്മ നല്ല വിഷമത്തിലാണല്ലേ? അതെ അതെ. എന്നാലും ആരായിരിക്കും ഷർട്ടും പാൻസും ഇട്ട് വന്നത്? വന്നയാൾക്ക് കുറുക്കന്റെ മുഖമാണെന്നാണല്ലോ മമ്മ പറഞ്ഞത്. ചിലപ്പോൾ കുറുക്കന്റെ മുഖംമൂടി വെച്ച് വന്നതാണെങ്കിലോ? ചിലപ്പോൾ ആയിരിക്കും. വന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് സെറാഫിനോട് ചോദിച്ചാൽ പോരെ? ദേ, ഇങ്ങോട്ടേക്ക് പക്രു വരുന്നുണ്ട്, നോക്കിയേ. എന്താ പക്രു, മുഖത്തൊരു വിഷമം പോലെ? ഒന്നും പറയണ്ട. എനിക്ക് രാവിലെ കഴിക്കാനുള്ള 2 ഏത്തപ്പഴം ഇന്നലെ രാത്രി ഒരു ജീവി വന്നെടുത്തോണ്ട് പോയി. ആര്? കുരങ്ങനെ പോലെയാണ് മുഖം കണ്ടപ്പോൾ തോന്നിയത്. വാലുമുണ്ട്. പക്ഷെ ഷർട്ടും പാൻസും ഇട്ട ആ ജീവി വന്നത്. രാത്രി ലില്ലിക്കുട്ടി ബഹളം വെച്ചപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തിറങ്ങി. അപ്പോഴാണ് കണ്ടത്. ആ ജീവി ഓടിക്കളഞ്ഞു. ഇനിയെങ്ങാനും ആ ജീവി വരികയാണെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ? പാൻസും ഷർട്ടും ഇട്ട ജീവി വരുമ്പോ അവന് നേരെ ഞാൻ ഈ തെറ്റാടി പ്രയോഗിക്കും. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ പൂവൻ കോഴിയെ ഒരു ജീവി വന്നു പിടിച്ചുകൊണ്ടുപോയി. പാൻസും ഷർട്ടും ഇട്ട് കുറുക്കന്റെ മുഖവും വാലും ഒക്കെയുള്ള ഒരു ജീവിയാണ് വന്നതെന്നും അമ്മ പറഞ്ഞു. ആണോ? അതേടാ പക്രു. ആ കൂട്ടുകാരെ, ഞാൻ പോകുക. കടയിൽ പോണം. പിന്നെ കാണാവേ. എന്തായാലും നടന്ന സംഭവം കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? വിളിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രൈസ് ദ ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്തു പറ്റി കൂട്ടുകാരെ? കാട്ടിൽ നിന്നും നാട്ടിലേക്കെത്തിയ 2 മൃഗങ്ങൾ, ഒരു കുറുക്കനും ഒരു കുരങ്ങനും. നമ്മുടെ സഞ്ജുവിൻ്റെയും റിച്ചുവിൻ്റെയും വസ്ത്രങ്ങൾ ധരിച്ച് അവർ ഇവിടെ ചുറ്റിത്തിരിയുകയാണ്. അവരിൽ കുറുക്കൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിലും കുരങ്ങൻ പക്രുവിൻ്റെ വീട്ടിലും എത്തി. അവർ ഇനി ഇപ്പോൾ കാട്ടിലേക്ക് തിരിച്ചു പോകും. അവർ നാട്ടിൽ നിന്നാൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ സറാഫിൻ? ഉണ്ടാക്കും. അവർ ദിവസവും പല വീടുകളിൽ കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അയ്യോ, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഓ സെറാഫിൻ, നമുക്ക് അവരെ പിടിച്ച് മൃഗശാല അധികൃതർക്ക് കൈമാറിയാലോ? അതു ശരിയാ, അവർക്ക് അവിടെ സുരക്ഷിതരായി കഴിയാമല്ലോ. ശരിയാണ്, നമുക്കവരെ മൃഗശാലയിൽ എത്തിക്കാം. അവരവിടെ സുരക്ഷിതരുമായിരിക്കും. പക്ഷേ നമ്മളത് ചെയ്യാൻ പാടില്ല. അതെന്താ സറാഫിൻ? കൂട്ടുകാരെ, നമ്മളെ ആരെങ്കിലും ഒരു കൂട്ടിലടച്ചാൽ നമ്മളെന്തു ചെയ്യും? നമ്മൾ വിഷമത്തിലാകില്ലേ? അതെ സെറാഫിൻ. മൃഗങ്ങളും അങ്ങനെ തന്നെ. അവർക്കും വിഷമമാകും. ലോകത്തിലെ ഏറ്റവും വലിയ സുഖമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ ആർക്കും നിഷേധിക്കാനാകില്ല. എങ്ങനെ? വെയിലും മഴയും ഒന്നിച്ചു വന്നാൽ കുറുക്കന്റെ കല്യാണമാണെന്ന് പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് സെറാഫിൻ. എന്നാൽ നിങ്ങളത് നടക്കുന്നത് കണ്ടോളൂ. നോക്കൂ സെറാഫിൻ, എന്തു പാവങ്ങളെ പോലെ കിടക്കുകയാണ്. ഇവരാണ് നമ്മുടെ പൂവൻകോഴിയെ കൊണ്ടുപോയത്. അതെ അതെ, അവൻ അവന്റെ ആഹാരം കണ്ടെത്തിയെന്നു മാത്രം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യാം. ഇവരുണരുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യന് കൂട്ടായി മഴയും എത്തും. എടാ എഴുന്നേൽക്കടാ. മഴയോ? വെറും മഴയല്ലടാ, വെയിലും മഴയും. ചിലപ്പോ ഇത്തവണ എൻ്റെ കല്യാണം നടന്നേക്കും. നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. ഷോ, എനിക്കൊന്ന് വയ്യ വരാൻ. ജീവിതകാലം മുഴുവനും ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോകുന്നു. ഞാനെങ്ങനെ ഒറ്റയ്ക്കും? നീ പോകണ്ട. ഞാൻ എന്തായാലും പോകും. നമുക്ക് പോയിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നാലോ? വീണ്ടും നീന്തി ഇക്കരെ വരണ്ടേ? അത് പാടാണ്. അതുകൊണ്ട് നമുക്ക് പോകണ്ട. എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരാം. അയ്യോ, എനിക്ക് ഒറ്റയ്ക്കാൻ പേടിയാ. എന്നാൽ നീയും വാ. മഴയും വെയിലും മാറുന്നതിന് മുമ്പ് വേഗം അക്കരെ കിടക്കണം. അയ്യോ, വെയിൽ പോയല്ലോ. അപ്പോൾ എൻ്റെ കല്യാണം?
ഒത്തിരി നേരം ഒന്നും വെയിലും മഴയും ഒരുപോലെ നിൽക്കില്ലെന്ന് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ നമ്മൾ നാട്ടിൽ നീങ്ങി പോകുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, നമുക്ക് തിരിച്ചു പോകാം. അയ്യോ, മഴ! നല്ല കിടിലം മഴയായിരുന്നല്ലേ? അതെ അതെ, നമ്മുടെ കാടിനെ മഴ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവും. സമയം കളയണ്ട, നമുക്ക് വേഗം നാട്ടിലേക്ക് പോകാം. ഇനി ഞാൻ എന്തായാലും മഴയും വെയിലും ഒന്നിച്ചു വന്നാൽ ഇങ്ങോട്ട് തിരികെ വരാൻ വാശി പിടിക്കില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഷോ, മഴയിൽ പുഴ നിറഞ്ഞൊഴുകയാണല്ലോ. ഇനി നമ്മൾ എങ്ങനെ അക്കരെ പോവും? മഴ പെയ്ത് പുഴ നിറഞ്ഞൊഴുകുന്നതാ. നാളെ ആകുമ്പോഴേക്കും മലവെള്ളം ഇറങ്ങും. അപ്പോഴേക്കും പോകാം. അവിടെ നിന്നാ മതിയായിരുന്നു. അപ്പോഴായിരുന്നു നിന്റെ ഒരു പിടിവാശി. ഇനി ഞാൻ ഒരു നാട്ടിലേക്കും വരില്ല. എനിക്ക് കാട് മതി. സെറാഫിൻ, മഴ പെയ്ത് പുഴയാകെ നിറഞ്ഞല്ലോ. പുഴയിലുണ്ടായിരുന്ന കുഞ്ഞു മീനുകൾ ഒഴുകിപ്പോയിട്ടുണ്ടാകുമല്ലേ? ശരിയാ, അവരിപ്പോൾ കാട്ടിലെത്തിയിട്ടുണ്ടാകും. നമുക്കിനി ഈ പുഴയോരത്ത് വന്ന് ആ കുഞ്ഞു മീനുകളെ കാണാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമല്ലേ? ശരിയാ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കണ്ണുകൾ ഇറുക്കിയടച്ചേ. ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവൂ. ശരി സെറാഫിൻ. ഇനി കണ്ണുകൾ തുറന്നോളൂ. എന്തായാലും കലക്കി സെറാഫിൻ, കലക്കി. ആ കുരങ്ങനും കുറുക്കനും ഇനി നാട്ടിലേക്ക് വരില്ല. ഇനി അഥവാ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് കുറുക്കൻ വാശി പിടിച്ചാലും കുരങ്ങൻ സമ്മതിക്കില്ല. അവരിങ്ങ് വരാത്തിടത്തോളം കാലം ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കുകയില്ല. നേർവഴി വിട്ടു നടക്കുന്നവർ കർശനമായ ശിക്ഷണത്തിന് വിധേയരാകും.